പാഠം 826. ഒരു അതിവിശിഷ്ട അതിഥി. മോനേട്ടാ, രാവിലെ ഭയങ്കര തിരക്കിലാന്ന് തോന്നുന്നതേ ഉള്ളൂ. ഞാൻ ഭയങ്കര തിരക്കിലാണ്. ഇത് പതിവില്ലാത്തൊരു പരിപാടിയാണല്ലോ. ആഫീസുകാർ വീട്ടിലിരുന്ന് ചെയ്യുന്നു. കളക്ടറേറ്റിലേക്ക് അയക്കേണ്ട ഒരു റിപ്പോർട്ടാണത്. നാളെ വൈകിട്ട് 4 മണിക്ക് മുമ്പ് താലൂക്ക് ഓഫീസിലെത്തണം. വില്ലേജ് ഓഫീസ് ചെല്ലുമ്പോ വേറെ കുറച്ച് തിരക്കുകൾ കാണും. അപ്പൊ പിന്നെ ഇത് എഴുതാൻ പറ്റില്ല. എന്റെ മോഹനയുടെ ഒരു സംഭവം തന്നെയാണ്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ വില്ലേജ് ഓഫീസിലെ ജോലി. തിരിച്ചു വീട്ടിൽ വന്നാലോ പിന്നെയും ജോലി. രാവിലെ എഴുന്നേക്കും മുതൽ ജോലിയോട് ജോലി. തഹസിൽദാർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞെന്നറിയാമോ? കേരളത്തിലെ റവന്യൂ വകുപ്പിൽ കെ മോഹനേഷനോളം ആത്മാർത്ഥതയുള്ള വേറെ ഒരു ഉദ്യോഗസ്ഥന്മാരില്ലെന്ന്. മറ്റുള്ളവരൊക്കെ എങ്ങനെ ജോലിയായിരിക്കാം എന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോ മോഹനേഷൻ ചെയ്യാൻ ജോലിയൊന്നും ബാക്കിയില്ലേ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് എന്ന്. യഥാ രാജ തഥാ പ്രജ എന്നൊരു ചൊല്ലില്ലേ മോനട്ടാ? നാട്ടിലുള്ള മിച്ച ഭൂമിയും സർക്കാർ ഭൂമിയും വേണ്ടപ്പെട്ടവർക്ക് ചുമ്മാ എഴുതി കൊടുക്കുന്ന ഒരു മന്ത്രിയുള്ള വകുപ്പല്ലേ നിങ്ങളുടേത്? അപ്പൊ പിന്നെ ഉദ്യോഗസ്ഥന്മാര് ജോലി ചെയ്യാതിരിക്കുന്നതിലും കുറ്റമൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുപോട്ടെ, നാളെ വൈകിട്ടാണ് വിദ്യാലക്ഷ്മിയുടെ വീട്ടിൽ ചെല്ലാന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഓർമ്മയില്ലേ? അത് കൊള്ളാം. നാളെ വിദ്യയുടെ അമ്മായിയച്ഛന്റെ ഷഷ്ടിപൂർത്തി ആഘോഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? എന്റെ കൂടെ വരാന്ന് മോനോട് സമ്മതിച്ചുമാണ്. നാളെയാണോ? നാളെ ഈ റിപ്പോർട്ടിന് മേൽ താലൂക്ക് ഓഫീസിൽ വലിയൊരു ചർച്ച ഉണ്ടാവും. വൈകിട്ട് 4 തുടങ്ങിയാൽ തീരുമ്പോ ഒരു 7 മണിയൊക്കെ കഴിയും. ഇത് എന്തൊരു കഷ്ടം മോനട്ടാ. മോനട്ടാ എന്നോട് വരാൻ നേരത്തെ പറഞ്ഞല്ലായിരുന്നോ? വരാമെന്ന് പറഞ്ഞാണ്. പക്ഷെ താലൂക്ക് ഓഫീസിൽ നിന്ന് തഹസിൽദാരെ വിളിച്ച് എന്നോട് ചോദിക്കുമ്പോ ഭാര്യയുടെ കൂട്ടുകാരുടെ അമ്മായി അച്ഛന്റെ ഷഷ്ടിപൂർത്തിയാണ്, വരാൻ പറ്റില്ല സാറേ എന്നങ്ങനെ പറയും. ഞാന് യോഗത്തിന് ചെന്നേ പറ്റൂ എന്ന് തഹസീൽദാർ ഇന്നലെ കൂടി പറഞ്ഞേ ഉള്ളൂ. ഞാനല്ലോ ഇത് പ്രതീക്ഷിച്ചാണ്. ഭർത്താവിന്റെ കൂടെ എവിടെയെങ്കിലും പോകാനുള്ള യോഗമൊന്നും എനിക്കില്ലല്ലോ. എന്റെ ഭർത്താവ് ഒരു ഭയങ്കര വില്ലേജ് ഓഫീസർ അല്ലേ. നീ പോയ ഫോൺ എടുക്ക, എനിക്ക് ഓഫീസ് പോകുന്നേരായി. ഷട്ടുമുടക്ക് തയ്ച്ചോ? പിന്നെ ഞാൻ ചെയ്യേണ്ടതല്ല കൃത്യസമയത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ സ്നേഹമൊന്നും മോനോട് തിരിച്ചില്ലല്ലോ. എന്റെ വിധി അല്ല എന്ത് പറയാനാ. ഹലോ, ആ വിദ്യ. ഇപ്പൊ നിന്റെ കാര്യം ഞാൻ മോഹനോട് സംസാരിച്ചതേ ഉള്ളൂ. വേറെന്ത് കാര്യ? നാളത്തെ കാര്യം തന്നെ. പക്ഷെ മോഹനയുടെ അപ്പ തന്നെ ഉടക്കിട്ടു. നാളെ വൈകിട്ട് താലൂക്ക് ഓഫീസിലൊരു യോഗമുണ്ട്. അത് തീരുമ്പോ വൈകും പോലും. സത്യമാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. നാളെ എന്റെ കൂടെ വരാൻ മനസ്സില്ലാത്തോണ്ട് ഒഴിവൊഴിവ് പറഞ്ഞതാവാനും മതി. താലൂക്ക് ഓഫീസ് യോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എതിര് പറയാനൊന്നും പറ്റില്ലല്ലോ. അതെ അതെ. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ മോഹനട്ടെ പറയും തഹസിൽദാരെ കാണണം, തഹസിൽദാർ വിളിച്ചു, തഹസിൽദാരെ തലകുത്തി നിന്നു എന്നൊക്കെ. സത്യം പറഞ്ഞാലേ ഭാര്യയായി എന്നെക്കാട്ടിലും മോഹനേട്ടന് വലുത് തഹസിൽദാരാണ്. പക്ഷെ ഉള്ളത് പറയാലോ വിദ്യ, ഇതൊക്കെ സത്യമാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. പകുതിയും മോഹനേട്ടന്റെ നമ്പറാണ്. ഏതെങ്കിലും ഒരു തഹസിൽദാർക്ക് ഒരു വില്ലേജ് ഓഫീസറോട് ഇങ്ങനെ അടുപ്പുണ്ടാവോ? ഇത് ചുമ്മാ എന്റെ മുന്നിൽ ആളാവുള്ള അടവ് അല്ല. ഇത്രയും അടുപ്പുണ്ടായിരുന്നെങ്കിൽ തഹസിൽദാർ ഒരു പ്രാവശ്യമെങ്കിലും ഈ വീട്ടിലേക്ക് വരില്ലായിരുന്നു. ഇതുവരെ വന്നിട്ടില്ല. വരും എന്നൊക്കെ മോഹനേട്ടൻ പറയും. പക്ഷേ എവിടെ വരാന്? അങ്ങനെ വരാൻ മാത്രം അടുപ്പുണ്ടെങ്കിലല്ലേ വരാൻ പറ്റൂ. വെറുതെ പറയുന്നവർക്ക് തഹസിൽദാരെ പരിചയമുണ്ട്, കളക്ടറെ പരിചയമുണ്ട്, മന്ത്രിയെ പരിചയമുണ്ട് എന്നെല്ലാം ചുമ്മാ പറയാലോ. എന്തായാലും നാളത്തെ പരിപാടിക്ക് ഞാൻ ഒറ്റയ്ക്ക് വരാം. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ശരി. ഓഹോ, അപ്പൊ തഹസിൽദാർ ഞാനും തമ്മിലുള്ള അടുപ്പം വെറും കഥയാണെന്നാണ് അവൾ കരുതിയിരിക്കുന്നത്. ഇതാ പറയുന്നത്, നാട്ടുകാർ മുഴുവൻ ബഹുമാനിച്ചാലും വീട്ടിലിരിക്കുന്ന പെണ്ണുകൾ ബഹുമാനിക്കില്ല.
ഓ, ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ ആളല്ല എന്നുള്ള കാര്യം നിനക്കറിയാമോ? വില്ലേജ് ഓഫീസർ അത്ര ചെറിയ ആളാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ എന്നോട് പറഞ്ഞില്ല. പക്ഷേ നിന്റെ മട്ടും ഭാവം കാണുമ്പോ നിനക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. അങ്ങനെ ഒരു സംശയം തോന്നാൻ ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ഒന്നുമില്ല. നാളെ വൈകിട്ട് താലൂക്ക് ഓഫീസിൽ ഒരു യോഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്. അതല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ നിർബന്ധമായും ആ യോഗത്തിന് ചെല്ലണമെന്ന് തഹസീൽദാർ പറഞ്ഞു എന്നുള്ളതും സത്യമാണ്. അതായിരിക്കും. അല്ല, വിദ്യാലക്ഷ്മിയുടെ വീട്ടിൽ പോകാതിരിക്കാൻ ഞാനായിട്ടൊരു നുണ പറഞ്ഞതാണെന്ന് നിനക്ക് ചിലപ്പോ തോന്നുന്നുണ്ടാവാം. അത് ശരിയല്ല. എനിക്കങ്ങനെ തോന്നില്ല. എന്റെ ഭർത്താവ് ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നും മോഹനേട്ടൻ ഇല്ലായിരുന്നുവെങ്കിൽ വില്ലേജ് ഓഫീസ് എന്ന സ്ഥാപനം തന്നെ പൂട്ടിപ്പോകുമായിരുന്നു എന്നും തഹസിൽദാരെ പോലുള്ളവർ മോഹനേട്ടന്റെ ഉപദേശം കൊണ്ട് മാത്രമാണ് ജീവിച്ചു പോകുന്നത് എന്നും എനിക്കറിയാം. അതിലല്ല എനിക്ക് ഭയങ്കര അഭിമാനം തന്നെയാ മോഹനേട്ടാ. എന്റെ പുച്ഛം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കൊണ്ട് കെ മോഹനേട്ടൻ സാറിനെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല. നിനക്ക് എന്നെ തരുമ്പ് പോലും ബഹുമാനമില്ല എങ്കിലും നാട്ടുകാർക്കും തഹസീൽദാർക്കും കളക്ടർക്ക് പോലും കെ മോഹനേട്ടനോട് വലിയ മതിപ്പാണ്. എനിക്ക് അത് മതി. വക്കീലേ, ഉത്തമനാണ്. എനിക്ക് തഹസീൽദാരുമായി അടുപ്പമില്ലെന്നോ തഹസീൽദാർക്ക് എന്നെ ഇഷ്ടമല്ല എന്നോ നീ ഉത്തമനോട് പറഞ്ഞു നോക്ക്. അപ്പൊ അറിയാം സത്യം. മോഹനേട്ടൻ എന്തിന്റെ അസുഖ? വിദ്യയുടെ വീട്ടിൽ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞപ്പോ മോഹനേട്ടൻ പറഞ്ഞു മോഹനേട്ടന് വേറെ തിരക്കുണ്ടെന്ന്. ഞാനത് സമ്മതിച്ചെന്നില്ലേ, പിന്നെന്താ പ്രശ്നം? പിന്നൊന്നുമില്ല. അപ്പൊ അതാണ് കാര്യം. അവള് വിദ്യാലക്ഷ്മി എടുത്ത് വിളമ്പിയത് ഞാൻ കേട്ടിട്ടില്ല എന്നാണ് കരുതിയിരിക്കുന്നത്. അഹങ്കാരി. നമസ്കാരം വക്കീലേ. ആ പ്രഭാര സാറും ബാഹുലയും തമ്മിലുള്ള അതിർത്തി തർക്കേ വീണ്ടും ഭയങ്കരമായിട്ട് വഷളായി. വക്കീൽ അന്നത് പറഞ്ഞു തീർപ്പാക്കിയതാണല്ലോ. പക്ഷെ ഒരു കാര്യവും ഇല്ല. ഇന്നലെ രാവിലെ മുതൽ ഒരു ഭയങ്കര വഴക്കായിരുന്നു. പഞ്ചായത്ത് മെമ്പർ ഗോപാലൻകുട്ടിച്ചേട്ട ഇടപെട്ടിട്ട് പോലും രണ്ടുപേർക്ക് ഒരു മാറ്റവും ഇല്ല. ഇതിലിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ ഉത്തമ? പ്രഭാര സാർ അന്ന് കേസുമായിട്ട് വന്നപ്പോ കേസിനൊന്നും പോകാതെ സംസാരിച്ച് തീർത്തൂടെ എന്ന് ഞാൻ ചോദിച്ചു എന്നുള്ളത് നേര് തന്നെയാണ്. ബാഹുലയൻ ചേട്ടനുമായിട്ട് ഞാൻ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇനി ഒരു വഴക്കിനും ഇല്ലാന്ന് രണ്ടു കൂട്ടർ കൂടെ എന്ന് സമ്മതിക്കുകയും ചെയ്താണ്. ആ വാക്ക് ധരിച്ച് അവര് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല ഉത്തമ. ഇത് സംഭവം ഒത്തുതീർപ്പിനല്ല വക്കീലേ. പ്രഭാര സാർ കേസുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വക്കീൽ ഓഫീസിലോട്ട് വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റുമെന്നാണ് എന്റെ അടുത്ത് ചോദിച്ചത്. ഉത്തമ, കക്ഷികൾക്ക് വക്കീലിനെ കാണാനും സംസാരിക്കാനുമായിട്ടാണ് ഞങ്ങൾ വക്കീൽ ഓഫീസ് തുറന്നു വെച്ചിരിക്കുന്നത്. അവിടെ വരണമെങ്കിൽ മുൻകൂട്ടി അനുവാദം വാങ്ങേണ്ട കാര്യമില്ലാന്ന് ഉത്തമൻ അറിയാലോ. ശരി ശരി ശരി. അപ്പൊ ഒരു 10:30 മണിയാകുമ്പോ വക്കീൽ ഓഫീസിലോട്ട് ചെല്ലാൻ പ്രഭാര സാറിന്റെ അടുത്ത് പറയാം. ശരി. ഉത്തമ, ഈ തഹസിൽദാരെ പറ്റി ഉത്തമന്റെ അഭിപ്രായം എന്താ? തഹസീൽദാരെ പറ്റിയ എന്താണ് വക്കീല്? അല്ല, ഈ തഹസിൽദാർ എന്ന് പറയുന്നത് ഈ താലൂക്കിന്റെ മുഴുവൻ ഓഫീസറാണല്ലോ. താലൂക്കിൽ 7 വില്ലേജുകളുണ്ട്. അതിലൊരു വില്ലേജ് ഓഫീസർ മാത്രമാണല്ലോ നമ്മുടെ മോഹനേട്ടൻ. അപ്പൊ പിന്നെ തഹസിൽദാർക്ക് മോഹനേട്ടനുമായിട്ട് വലിയ അടുപ്പമാണെന്ന് പറഞ്ഞാല് എന്തെങ്കിലും യുക്തിയുണ്ടോ? അങ്ങനെ പറയരുത്. മോഹനേട് സാറ് തഹസീൽദാർ തമ്മിൽ ഭയങ്കര അടുപ്പമാണ്. മറ്റ് വില്ലേജ് ഓഫീസർമാരെ പോലെ അല്ലല്ലോ മോഹനേട് സാറ്. മാന്യൻ, സത്യസന്ധൻ, ജോലികളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ആള്. അങ്ങനെയൊക്കെ അല്ലേ മോഹനേട് സാറ്. അപ്പൊ പിന്നെ മേലധികാരികൾക്ക് മോഹനേട് സാറിനോട് താല്പര്യം കൂടുമല്ലോ. എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് അടുപ്പുണ്ടായിരുന്ന തഹസിൽദാർ വല്ലപ്പോഴും ഇവിടെ ഒന്നും വരില്ലായിരുന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും തഹസിൽദാർ ഈ വീട്ടിൽ വന്നിട്ടില്ല. അതെന്തുകൊണ്ടാ? തഹസിൽദാരുമായിട്ട് വലിയ അടുപ്പമാണെന്ന് മോഹനേട്ടൻ പറയുന്നതല്ലേ. ഒത്തുമൻ ഇന്നുവരെ കണ്ടിട്ടുണ്ടോ തഹസിൽദാരും മോഹനേട്ടൻ തമ്മിൽ സംസാരിക്കുന്നത്? അല്ല, അതിപ്പോ ഈ തഹസിൽദാർ ഇരിക്കുന്ന താലൂക്ക് ഓഫീസിലാണല്ലോ. ഞാൻ അങ്ങനെ താലൂക്ക് ഓഫീസിലോട്ടൊന്നും പോകാറില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ കാണും? അപ്പൊ ഉത്തമനും കണ്ടിട്ടില്ല. നമ്മക്കൊക്കെ ആകെ അറിയാവുന്നത് മോഹനേട്ടൻ പറയുന്ന കാര്യങ്ങളല്ലേ. അത് സത്യമാണെന്നതിന് എന്ത് ഉറപ്പുള്ളൂ ഉത്തമ? അത് ഉറപ്പാണ് വക്കീലേ. ഈ താലൂക്ക് ഓഫീസറെ സഹദേവ സാറിന് എനിക്ക് നല്ല പരിചയമുണ്ട്. സഹദേവ സാർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും തഹസീൽദാര് കെ മോഹനേട് സാറിനെ വിളിച്ചിരിക്കുന്നു. ഇപ്പൊ ഈ കാര്യത്തിൽ സഹദേവ സാറിന്റെ കള്ളം പറയേണ്ട വല്ല കാര്യം ഉണ്ടാവും? എനിക്കെന്തോ വിശ്വാസമാവുന്നില്ല.
വക്കീലായതുകൊണ്ടാവും തെളിവില്ലാത്ത കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. കക്ഷി പറയുന്നത് തെളിവാവില്ലല്ലോ. ആ പ്രഭാര സാറിനോട് 11 മണിയാകുമ്പോഴേക്കും വക്കീൽ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. ഓ ശരി 11:30 ഞാൻ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ 1 മണിക്ക് എത്തുള്ളൂ. ആ ശരി, ഞാൻ പറഞ്ഞേക്കാം. ശരി. ശരി നാഗിലെ. ഇതെന്താണ് തഹസീൽദാരുടെ പേരിലൊരു തർക്കം? എന്തോ ഉണ്ട്. അയ്യോ സാർ ഇവിടെ നിൽക്കായിരുന്നു. സാർ ആഫീസിൽ പോകാനുള്ള ഒരുക്കത്തിലാണെന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് വക്കീലിന്റെ അടുത്ത് സാറിന്റെ കാര്യം അന്വേഷിക്കാത്തത്. അതുകൊണ്ടല്ല, പിന്നെ ഉത്തമൻ വന്നത് ഭാമയെ കാണാനാണ്. ഭാമയെ കണ്ടു, സംസാരിച്ചു. എന്നെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്നെ അന്വേഷിച്ചതേ ഇല്ല. അത്രേ ഉള്ളൂ. അയ്യോ സാറേ, അങ്ങനെ പറയല്ലേ സാറേ. ഞാൻ സാറ് തമ്മിലുള്ള ബന്ധം അങ്ങനെയാണോ? ഞാൻ ഇവിടെ വരുന്നത് സാറിനെ കാണുന്നതൊക്കെ കാര്യം കാണുന്നതിന് വേണ്ടി മാത്രമാണോ? നമ്മൾ തമ്മിലുള്ള ബന്ധം അതിനേക്കാളും ഒക്കെ മേലെയല്ലേ? സാറേ, ഈ തഹസീൽദാരുടെ കാര്യത്തിൽ എന്താണ് ഒരു പ്രശ്നം? സാറ് തഹസീൽദാരും തമ്മിൽ അടുപ്പമാണെന്നുള്ള കാര്യം സാറ് മാത്രം അറിയുന്ന കാര്യമാണ്. സത്യത്തിൽ അങ്ങനെ ഒരു കാര്യവും ഇല്ല. അത്രയ്ക്ക് അടുപ്പമുണ്ടായിരുന്നെങ്കിൽ തഹസീൽദാര് ഒരു പ്രാവശ്യമെങ്കിലും ഈ വീട്ടിൽ വരില്ലായിരുന്നു ഉത്തമ എന്നൊക്കെയാണ് വക്കീൽ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത്. എന്താ സാറേ വക്കീലിന് ഇപ്പോഴും ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവാനുള്ള കാരണം? എനിക്കറിയില്ല. കുറച്ചു മുമ്പ് അവളുടെ കൂട്ടുകാരി വിദ്യാലക്ഷ്മി ഇങ്ങോട്ട് വിളിച്ചിരുന്നു. അവരോട് ഇതേ വർത്തമാനം തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞൊക്കെ നുണയാണെന്ന്. അവളെ അങ്ങനെ വിട്ടാ പറ്റില്ലോ. തഹസീൽദാരും ഞാനും തമ്മിൽ അടുപ്പത്തെ പറ്റി അവളെ ബോധ്യപ്പെടുത്താൻ എന്താ ഒരു വഴി ഉണ്ടല്ലോ. സാറ് വിളിച്ച തഹസീൽദാർ ഇതുവരെ വരില്ലേ? തഹസീൽദാർ ഇവിടെ വരുന്നത് കൂടി വക്കീലിന്റെ സകല സംശയങ്ങൾ തീരും. ശരിയാ. പക്ഷേ തഹസീൽദാരെ എന്ത് പറഞ്ഞു വിളിക്കും? ബഹുമാനപ്പെട്ട തഹസീൽദാർ എന്ന് പറഞ്ഞു വിളിക്കണം. അതല്ല, പിന്നെ ഒരു കാരണം വേണ്ടേ? ഒരാളുടെ വീട്ടിൽ പോകാൻ പ്രത്യേകിച്ച് കാരണമല്ലോ വേണോ സാറേ? സാറും തഹസീൽദാരും തമ്മിൽ ഭയങ്കര അടുപ്പത്തിലല്ലേ? ആ ബന്ധം വെച്ച് തഹസീൽദാരെ വെറുതെ വീട്ടിലേക്ക് ക്ഷണിക്കണം. അതിനെന്ത്? അത് ശരിയാവുള്ളൂ. ഞാൻ വെറുതെ ചെന്ന് എന്റെ വീട്ടിലേക്ക് ഒന്ന് വരണം എന്ന് പറയുന്നത് എങ്ങനെയാ? ഇപ്പൊ ഉദാഹരണത്തിന് ഉത്തമൻ ഇവിടെ വന്ന് സാറ് ഒന്ന് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂ. വീട്ടിലേക്ക് ക്ഷണിക്കണമെങ്കിൽ ഒരു കാരണം വേണം. എന്നാ പിന്നെ സാർ കുറച്ചാലും ക്ഷമിക്കേണ്ടി വരും. വിവാഹ വാർഷികമോ പിറന്നാളോ ഒക്കെ വരുമല്ലോ. അപ്പൊ ആ പേരിൽ തഹസീൽദാരെ ക്ഷണിക്കാമല്ലോ. അതുകൊണ്ട് കാര്യമുള്ളൂ. ഒന്നാമത്തെ കാര്യം, അതുവരെ കാത്തിരിക്കാൻ പറ്റില്ല. ഇന്ന് വിദ്യാലക്ഷ്മിയോടും ഇപ്പൊ ഉത്തമനോടും പറഞ്ഞതുപോലെ നാളെ കണ്ണിൽ കാണുന്നിടത്ത് അവൾ പറയും, അതെ മോഹനേട്ടൻ തഹസീൽദാരുടെ അടുപ്പൊന്നുമില്ല, മോഹനേട്ടൻ അത്ര വലിയ അടുപ്പൊന്നുമില്ല പറയുന്നത് ഭാമയായതുകൊണ്ട് ആളുകൾ വിശ്വസിക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, പിറന്നാളും വിവാഹ വാർഷികവും ഒക്കെ ആഘോഷിക്കുന്നത് ധൂർത്താണ് എന്ന് ഞാൻ തഹസീൽദാരോടും പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ പിറന്നാൾ ആഘോഷിച്ചിട്ട് തഹസീൽദാർ ഇങ്ങോട്ട് വിളിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ പിന്നെ എന്റെ അടുത്തും വക്കീലിന്റെ അടുത്തും പറയുന്നത് പോലെയൊക്കെ സാറ് തഹസീൽദാരുടെ അടുത്തും പറയാറുണ്ടല്ലേ? ചുമ്മാതല്ല തഹസീൽദാർ ഇതുവരെ ഇങ്ങോട്ട് വരാത്തത്. സാറേ, വേറൊരു വഴിയുണ്ട്. പക്ഷെ അതിത്തിരി കടന്ന കൈയാണ്. വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. സൂക്ഷിച്ച് ചെയ്തോളാം. എന്താ വഴി? നമ്മുടെ വക്കീല് തഹസീൽദാരനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഉറപ്പാണേ? ഉറപ്പ്. അപ്പൊ പിന്നെ തഹസീൽദാരാണെന്നും പറഞ്ഞ് വേറൊരു തഹസീൽദാരനെ ഇറക്കിയാലോ? എന്ന് വെച്ചാ തഹസീൽദാരുടെ ലുക്കുള്ള ഒരാളെ നമ്മൾ തഹസീൽദാരായിട്ട് ഇവിടെ കൊണ്ടുവരുന്നു. പുള്ളിക്കാരൻ വക്കീലിന്റെ മുമ്പ് വെച്ച് സാറിനോട് വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നു. അതോടെ വക്കീലിന്റെ സംശയങ്ങൾ ഫുള്ളായിട്ട് തീരുന്നു. വക്കീലിന് സാറിനോട് ഭയങ്കര ബഹുമാനവും തോന്നുന്നു. എങ്ങനെയുണ്ട്? അത് ശരിയാവില്ല. ഒരു തഹസീൽദാർ എന്ന് പറഞ്ഞാൽ ആരാ? അല്ലെങ്കിൽ തന്നെ തഹസീൽദാർ വേഷം കിട്ടാൻ ആരാ ഇവിടെ ഉള്ളത്? യോ എന്റെ സാറ്, അതൊക്കെ എനിക്ക് വിട്, ഞാൻ ഒപ്പിച്ചോളാം. സാർ ഒരു വാക്ക് പറഞ്ഞാ മതി. അത് വേണ്ട, അത് കൈവിട കളിയാ. വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറ. പിന്നെ ഒരൊറ്റ വഴിയുണ്ട്. അത് പറ. അതാകുമ്പോ ഒരു പ്രശ്നമല്ല, എളുപ്പത്തിൽ കാര്യം തീരും. പിന്നെ വക്കീല് പറയുന്ന അനുസരിക്കുക.
കണ്ടിൽ കാണുന്നവരോടൊക്കെ വക്കീൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി കഴിയുമ്പോ സാറിന്റെ നാട്ടിലുള്ള വില കംപ്ലീറ്റ് പോകും. ആള് വക്കീലായതുകൊണ്ട് സാറിനെ തോപ്പിക്കാൻ പറ്റുന്ന ഒരവസരവും വക്കീൽ കളയൂല. എന്നാ പിന്നെ ഞാൻ വരട്ടെ. ഓ ഞാൻ പോകുന്നു. അത് തന്നെ വഴി, ഇനി വേറെ ഒന്നുമില്ല. ഇതുവരെയാണ് റെഡി ആയില്ലേ മോനട്ടാ? മണി 9 മണി കഴിഞ്ഞില്ലേ? ഞാൻ കരുതി മോനോട് ഷർട്ടും കൊണ്ട് മാറിയിട്ടുണ്ടാവുന്നു. ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് വർഷം 8-9 കഴിഞ്ഞു. ഇതുവരെയും എല്ലാ ദിവസവും കൃത്യസമയത്ത് ഞാൻ ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. റവന്യൂ വകുപ്പിൽ എന്റെ അത്രയും കൃത്യനിഷ്ഠയുള്ള വേറെ ആരുമില്ല എന്നാണ് തഹസിൽദാർ വരെ പറഞ്ഞിരിക്കുന്നത്. തഹസിൽദാർ ആരോട് പറഞ്ഞു മോനട്ടാ? എന്നോട്. അതെന്തായാലും കൊള്ളാം. മോഹനേട്ടൻ ഒരു ഭയങ്കര സംഭവമാണെന്ന് തഹസിൽദാര് മോഹനേട്ടനോട് പറഞ്ഞു. മോഹനേട്ടാ, ഞാനൊരു ഭയങ്കര വക്കീലാണെന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്നോട് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ വിശ്വസിക്കൂ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ നിനക്ക് ഈ ജന്മം നേരിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ ഞാൻ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും തഹസിൽദാരെ കാണാറുണ്ട് എന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അത് ഞാൻ സമ്മതിച്ചു. ഒരു വില്ലേജ് ഓഫീസർ എന്നുള്ള നിലയിൽ മോഹനേട്ടൻ ആഴ്ചയിൽ മേലധികാരിയെ കാണാൻ പോവാറുണ്ട് എന്നുള്ളത് ന്യായം തന്നെയാണ്. പക്ഷെ മോഹനേട്ടനെ പറ്റി തഹസിൽദാർക്ക് ഈ അഭിപ്രായമാണ് എന്നതിന് തെളിവില്ല. മോഹനേട്ടൻ ഒരു കാര്യം ചെയ്യും, ഇനി തഹസിൽദാര് മോഹനേട്ടനെ പറ്റി എന്തേലും ഒക്കെ പോഴ്ത്തി പറയുമ്പോ പുള്ളിക്കാരൻ അറിയാതെ അത് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്ന് എന്നെ ഒന്ന് കേൾപ്പിക്കേ. അപ്പൊ ഞാൻ വിശ്വസിക്കാം. എങ്ങനെയുണ്ട്? നീ വിശ്വസിക്കണം, എനിക്കൊരു നിർബന്ധമില്ല. കെ മോഹനകൃഷ്ണൻ ഒരു ഗാന്ധിയനാണെന്നും സത്യം മാത്രമേ പറയൂ എന്നും ഈ നാട്ടിലുള്ള മുഴുവൻ പേർക്കും അറിയാം. ഈ ഒരു വക്കീലായതുകൊണ്ടാണ് അത് വിശ്വസിക്കാത്തത്. കള്ളന്മാരുടെയും കൊലപാതകളുടെയും കേസുകൾ വാദിച്ച് മാന്യന്മാരായ ആളുകളെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നീ ഇപ്പോ. ദൈവമേ, നിന്നെ ഇനി രക്ഷിക്കാൻ ദൈവത്തിന് പോലും പറ്റില്ല. അത് കൊള്ളാലോ പ്രൊഫേ. തഹസിൽദാറുമായി ഭയങ്കര അടുപ്പത്തിലാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ആളല്ലേ മോഹനേഷ് സാറ്? എന്നിട്ട് സാറിന്റെ ഭാര്യയ്ക്ക് അത് വിശ്വാസം ഇല്ലെന്ന് വെച്ചാൽ? ഇന്നലെ വൈകുന്നേരം പുഷ്കരന്റെ ബേക്കറിയിൽ വെച്ചാ ഞാൻ വക്കീലിനെ കണ്ടത്. ഓരോന്നും പറഞ്ഞ കൂട്ടത്തില് എങ്ങനെയോ തഹസിൽദാരുടെ കാര്യം വന്നു. അപ്പൊ വക്കീല് ചോദിക്കുക, ശരിക്കും മോഹനേട്ടൻ പറയുന്ന പോലെ സാറും തഹസിൽദാരും തമ്മിൽ അടുപ്പാണോ? എന്റെ പ്രൊഫസറെ, അതിലിങ്ങനെ അത്ഭുതപ്പെടാനൊന്നുമില്ല. സാധാരണ തഹസിൽദാരും വില്ലേജ് ഓഫീസർമാരും തമ്മിലുള്ള അടുപ്പത്തേക്കാൾ കൂടുതലാ മോഹനേഷ് സാറും നമ്മുടെ തഹസിൽദാരും തമ്മിലുള്ള അടുപ്പം. അറിയാവോ? അത് അറിയാവുന്നതുകൊണ്ട് വക്കീല് വെറുതെ ചോദിച്ചതാവും. എനിക്ക് തോന്നുന്നില്ല ശശി. സാറും തഹസിൽദാരും തമ്മിലുള്ള അടുപ്പാണെന്ന് സാറ് പറഞ്ഞുള്ള അറിവല്ലേ നമുക്കുള്ളൂ. അവര് തമ്മിൽ എന്താ സംസാരിക്കുന്നതെന്നും അവര് തമ്മിലുള്ള അടുപ്പം എന്താണെന്നും നമുക്കറിയില്ലല്ലോ. നാട്ടുകാരെങ്കിലും ആണ് ഇങ്ങനെ ഒരു സംശയം പറഞ്ഞിരുന്നെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഇതിപ്പം സാറിന്റെ ഭാര്യ തന്നെയല്ലേ പറഞ്ഞത്? അത് ശരിയാ ശിശുപാലൻ ചേട്ടാ. സാറും തഹസിൽദാരും തമ്മിൽ അത്രയ്ക്ക് അടുപ്പം ഉണ്ടെങ്കിൽ അവര് വീട്ടുകാരും തമ്മിൽ അടുപ്പം കാണത്തില്ലേ? അങ്ങനെ അല്ലാത്തത് കൊണ്ടല്ലേ വക്കീൽ ഇങ്ങനൊരു സംശയം പറഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും ഇനിയിപ്പോ അതോർത്ത് തല പോയിക്കണ്ട. മോഹനേഷ് സാറും തഹസിൽദാരും തമ്മിൽ ഭയങ്കര അടുപ്പാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. വക്കീലിന് ആ ഉറപ്പ് കാണില്ല. പിന്നെ പ്രസിഡന്റ് സാറിനോട് അങ്ങനെ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ വെറും ഒരു തമാശ. അത് അത്രേ ഉള്ളൂ. അപ്പോൾ എന്നോട് മാത്രമല്ല നാട്ടുകാരോട് പറഞ്ഞു തുടങ്ങി. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എന്താ ചെയ്യുക? തഹസീൽദാരുടെ ലുക്കുള്ള ഒരാളെ നമ്മൾ തഹസീൽദാരായിട്ട് ഇവിടെ കൊണ്ടുവരുന്നു. പുള്ളിക്കാരൻ വക്കീലിന്റെ മുമ്പ് വെച്ച് സാറിനോട് വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നു. അതോടെ വക്കീലിന്റെ സംശയങ്ങൾ ഫുള്ളായിട്ട് തീരുന്നു. വക്കീലിന് സാറിനോട് ഭയങ്കര ബഹുമാനവും തോന്നുന്നു. അത് തന്നെ വഴി.
ഉത്തമ മോഹനേഷ് സാറാ. രാവിലെ ഉത്തമം പറഞ്ഞില്ലേ ഒരാളെ തഹസിൽദാരായി വേഷം കെട്ടിക്കാമെന്ന്. അതിനെ പറ്റി ആരാ ഉള്ളത്? നമസ്കാരം സാർ, ഞാൻ തിലോത്തമൻ. എന്തോന്ന് സാറേ ഇങ്ങനെ കാണിക്കുന്നത്? തിലോത്തമൻ ചേട്ടാ ആള് പുലിയാണ്. കണ്ടാതൊന്നുമില്ല. എന്ത് വേഷം വേണമെങ്കിലും കിട്ടും. അഭിനയാണെന്ന് ഒരു മനുഷ്യൻ പറയില്ല. ഇങ്ങനെ കണ്ട തഹസിൽദാരാണെന്ന് ആരെങ്കിലും പറയൂ? ഒരു ലുക്കൊന്നുമില്ല. സാറേ ലുക്ക് ഉണ്ടായത് സിനിമയൊന്നും അല്ലല്ലോ. സിനിമയിലാണെങ്കിൽ കളക്ടറും തഹസീൽദാരും ഒക്കെ നല്ല ചോക്ലേറ്റ് കുട്ടമ്മമാരായിരിക്കും. പക്ഷെ ജീവിതത്തിൽ അങ്ങനെയല്ലല്ലോ. ഇതിനു മുമ്പ് ഇവിടെ ഇരുന്ന തഹസീൽദാർ സാറിന് ഓർമ്മയില്ലേ? അയാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇറച്ചി വെട്ടുകാരന്റെ ലുക്ക് അല്ലായിരുന്നു. അല്ലെങ്കിലും ലുക്കിൽ എന്താ സാറേ കാര്യം? അഭിനയമാണല്ലോ പ്രധാനം. ഞാൻ എന്തൊക്കെ വേഷം കേട്ടിട്ടുണ്ടെന്ന് സാർ അറിഞ്ഞാൽ സാർ ഞെട്ടും. പിന്നെ അടിപൊളി. ശരി, തോം പറഞ്ഞോ അത്രേ സമ്മതിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് പോലെ കൃത്യമായി ചെയ്താൽ ഒരു 500 രൂപ ഞാൻ അങ്ങ് തരും. എന്ത് പറയുന്നു? 500 രൂപ തീരെ കുറഞ്ഞു സാറേ. കഴിഞ്ഞ ആഴ്ച ഒരു ഓട്ടോ ഡ്രൈവറായി വേഷം കിട്ടിയതിന് 500 രൂപ കിട്ടി. അല്ല അപ്പൊ പിന്നെ തഹസീൽദാരായിട്ട് വേഷം കിട്ടുമ്പോ പൈസ കൂട്ടി കിട്ടണ്ടേ? സാറേ അതെവിടത്തെ ന്യായമാണ് തിലോത്തമൻ ചേട്ടാ? നമ്മൾ കാശ് തരുന്നത് അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേഷത്തിന് പത്രാസിനല്ല. ഇപ്പൊ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് അഭിനയിക്കുമ്പോ കിട്ടുന്ന അതേ പൈസ തന്നെയാണ് കമ്മീഷണറായിട്ടും DGP ആയിട്ടും അഭിനയിക്കുമ്പോഴും കിട്ടുന്നത്. എന്നാലും 500 രൂപ തീരെ കുറവാ. ഒരു 750 രൂപയെങ്കിലും കിട്ടണം. ദാണ്ട തൽക്കാലം 500 രൂപ വെച്ചോ. അഭിനയം തകർത്തായി 250 രൂപ കൂടുതൽ തരും. ഉറപ്പാണല്ലോ? എന്റെ ചേട്ടൻ ഞാനല്ലേ പറയുന്നേ. എനിക്ക് ഉറപ്പുണ്ട്. സാറെ വെറുതെ മനസ്സിൽ പിടിക്കാതെ ബാക്കി കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞു കൊടുക്ക്. ശ്രദ്ധിച്ചു കേട്ടോളേ. വൈകുന്നേരം 5:12 ആകുമ്പോൾ എന്റെ വീട്ടിലേക്കൊന്ന് വിളിക്കണം. ഞാൻ തഹസിൽദാരാണ്, ആ വഴി പോകുന്നുണ്ട്, അതുകൊണ്ട് വീട്ടിൽ കയറുന്നുണ്ട് എന്ന് എന്റെ ഭാര്യ സത്യഭാമയോട് പറയണം. അതോടുകൂടി അവൾ ഒന്ന് ഞെട്ടും. ആ സമയത്ത് ഞാൻ വീട്ടിലേക്ക് കടന്നു വരും. തഹസിൽദാർ വരുന്നതിനെ പറ്റി ഞാനും ഭാമയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കും. ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്നു. ശരി ശരി ശരി. അകത്തേക്ക് വരാനായി ഞാൻ ക്ഷണിക്കും. ചായ കുടിച്ചിട്ട് പോകാം സാർ എന്ന് ഭാമ പറയും. പക്ഷേ പോയിട്ട് കുറച്ച് ധൃതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കണം. പുറത്ത് നിൽക്കണം. അത് വേറത്. എന്നെ വിളിച്ച് മാറ്റി നിർത്തി ചില രഹസ്യങ്ങൾ പറയണം. അത് കാണുമ്പോ ഞാനും തഹസിൽദാരും തമ്മിലൊരു അടുപ്പം വക്കീലിന് മനസ്സിലാവും. ഇത്രേ ഉള്ളൂ. ഇത് ഞാൻ ഏറ്റു. ഇദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. എനിക്ക് ആഫീസിൽ പോകാനുള്ള സമയമായിട്ടുണ്ട്. പറഞ്ഞ എല്ലാവരും വേണ്ടല്ലോ. കൃത്യം 5:12 വീട്ടിലേക്ക് വിളിക്കണം. ഹലോ, മോഹനേഷന്റെ വീടല്ലേ? അതെ. മോഹനേഷനുണ്ടോ? മോഹനേട്ടൻ ഓഫീസിൽ നിന്ന് വരാനുള്ള സമയം ആവുന്നതേ ഉള്ളൂ. ആരാ സംസാരിക്കുന്നത്? സത്യഭാമയല്ലേ? അതെ. ഞാൻ തഹസിൽദാരാണ്. സാറായിരുന്നോ? മോഹനേട്ടൻ ഓഫീസിലുണ്ടായിരുന്നല്ലോ, അവിടേക്ക് വിളിച്ചാൽ മതിയായിരുന്നു. ഞാൻ വിളിച്ചിരുന്നു. അപ്പോ ഓഫീസിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. എനിക്ക് മോഹനേഷനെ നേരിൽ കാണേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ അതുവഴി വരും. പോകുന്ന വഴി ഞാൻ വീട്ടിൽ കയറാം. സാറ് ഇങ്ങോട്ട്? അതിനെന്താ, എന്തായിരുന്നാലും ഞാൻ അതുവഴി വരെയല്ലേ. പിന്നെ എനിക്ക് മോഹനേഷനോടൊരു സംശയം ചോദിക്കാനുണ്ട്. ആള് എത്ര മണിക്കാ എത്തുന്നത്? 5:15. 1 മിനിറ്റ് പോലും വൈകാൻ സാധ്യതയില്ല. ശരി, അപ്പോ 5:20 കഴിയുമ്പോ ഞാൻ അവിടെ എത്താം. മോഹനേഷൻ വരുമ്പോ പറഞ്ഞേക്ക്. ശരി. തഹസിൽദാര് വന്നിട്ട് പോയ പിന്നെ എന്റെ കാര്യത്തിലൊരു തീരുമാനാവും. ഇനി ഇത് പറഞ്ഞ് 10 വർഷത്തേക്ക് എന്റെ മെക്കിട്ട് കയറാമല്ലോ. വില്ലേജ് ഓഫീസിട്ട സമയമാണ് സമയം. കൃത്യസമയത്ത് തന്നെ എത്തി.
മോഹനേട്ടാ ഒരു ഭയങ്കര സംഭവം ഉണ്ടായി. തഹസിൽദാർ വിളിച്ചു. തഹസിൽദാരോ? ആ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. വില്ലേജ് ഓഫീസ് വിളിച്ചപ്പോ മോഹനേട്ടൻ ഇറങ്ങിയെന്ന് പറഞ്ഞെന്ന്. അതുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചത്. നീ എന്നെ കളിയാക്കാണോ? അല്ലെന്ന്, സത്യമായിട്ട് തഹസിൽദാർ വിളിച്ചു. ഇതുവഴി എവിടെയോ പോകുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് കേറാന്ന് പറഞ്ഞു. നേരെ പറഞ്ഞത്. മോഹനേട്ടനോട് എന്തോ അത്യാവശ്യക്കാര് സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. എന്നാലും ഇന്ന് രാവിലെ തഹസിൽദാരുടെ കാര്യം പറഞ്ഞ് ഞാൻ മോഹനേട്ടനെ കളിയാക്കിയതിനും ദൈവം എന്നെ ശിക്ഷിച്ചെന്നാ തോന്നേ. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ തഹസിൽദാർ വരുമോ? അല്ല, പുള്ളി വരും. കുടിക്കാൻ എന്തെടുക്കേണ്ടത്? ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട. വേണ്ടേ? വേണ്ട വേണ്ട. ഈ അല്ല, തഹസിൽദാര് ചായയും കാപ്പിയും കുടിക്കാറില്ല. എന്നാലും ഇത്രയും വലിയൊരു മനുഷ്യൻ വീട്ടിൽ വരുമ്പോ ഒന്നും കൊടുക്കാതെ വിടുന്നത് എങ്ങനെയാ? അപ്പോ തഹസിൽദാർ എന്ന് പറയുന്നത് ഒരു വലിയ മനുഷ്യനാണെന്നും ആ മനുഷ്യൻ എന്നെ കാണാൻ എന്റെ വീട്ടിൽ വരാൻ വേണ്ടിയുള്ള അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ട് എന്ന് നീ സമ്മതിച്ചല്ലോ. ഭാമേ, നിന്റെ അഹങ്കാരം ഇന്നത്തോടെ ഞാൻ തീർക്കും. അതെ അതെ, പുള്ളിക്കാരന്റെ മുന്നിൽ വെച്ച് എന്നൊന്നും പറയാൻ പാടില്ല. ആ ആളത്തെ നീ ബാ. ഞാൻ വരുന്നത് എന്തിനാ? മോനോട്ടങ്ങ് പോയാൽ മതി. നീ ബാ ഭാമേ. കാണേണ്ടത് കണ്ടാലേ നീ പഠിക്കൂ. ബാ 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 ബാ. ദൈവമേ, തഹസിൽദാര് നമ്മുടെ വീട്ടിൽ തഹസിൽദാർ വരികയെന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമാണ് ഭാമേ. നമസ്കാരം മോനകൃഷ്ണ. നമസ്കാരം സാർ. സാർ ഫോൺ ചെയ്തെന്നു ഭാമ പറഞ്ഞപ്പോൾ ഞാൻ തീരെ വിശ്വസിച്ചില്ല. ഇന്ന് രാവിലെ തന്നെ സാറിന്റെ കാര്യം പറഞ്ഞ് ഞാനും ഭാമയും തമ്മിൽ ചെറിയൊരു തർക്കമൊക്കെ ഉണ്ടായി. അതിന്റെ പേരിൽ അവൾ എന്നെ കളിയാക്കിയതാണെന്നാണ് ഞാൻ കരുതിയത്. സത്യം പറഞ്ഞാൽ സാർ ഇങ്ങോട്ട് വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. എന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ എന്ത് തർക്കമാണ് ഉണ്ടായത്? പറയല്ലേ മോനോട്ടെ, പറയല്ലേ. വേറൊന്നുമല്ല, ഇവള് പറയുകയാണ് എനിക്ക് സാറിന് വലിയ പരിചയമൊന്നുമില്ല, ഞാനും സാറും തമ്മിൽ അടുപ്പമാണെന്ന് ഞാൻ ഇവരോട് വെറുതെ പറയുന്നതാണ്. സാധാരണ തഹസിൽദാർമാരും വില്ലേജ് ഓഫീസർമാരെ മൈൻഡ് പോലും ചേർന്ന ഭാമ പറയുന്നത്. മറ്റു വില്ലേജ് ഓഫീസർമാരുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ തന്നെയാണ്. പക്ഷേ മോനകൃഷ്ണന്റെ കാര്യത്തിൽ അങ്ങനെ അല്ലേ അല്ല. പിന്നെ എനിക്ക് മാത്രമല്ല, കളക്ടർക്ക് പോലും മോഹനകൃഷ്ണനുമായി വലിയ അടുപ്പമാണ്. സാർ അകത്തേക്ക് വരണം, ഞാൻ ചായ എടുക്കാം. ചായ വേണ്ട വേണ്ട വേണ്ട, ചായ വേണ്ട. ഞാൻ അത്യാവശ്യം ഒരിടത്ത് പോകുന്ന വഴി ഇവിടെ നിന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ. എനിക്ക് മോഹനകൃഷ്ണനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനോട് ഉപദേശം ചോദിക്കാനുണ്ട്. എന്താണ് സാർ അത്? അത് ഒരു വലിയ പ്രശ്നമാണ്. അയ്യോ, റവന്യൂ മന്ത്രി നേരിട്ട് കളക്ടറെ വിളിച്ച കേസാണ്. മോഹനകൃഷ്ണൻ വിചാരിച്ചാൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. വരൂ. സത്യഭാമ വേറൊന്നും വിചാരിക്കരുത്. ഡിപ്പാർട്ട്മെന്റ് രഹസ്യങ്ങൾ മറ്റുള്ളവർക്കൊക്കെ പറയാൻ പാടില്ല. അത് കുഴപ്പമില്ല സാർ. ഇപ്പോൾ വരാൻ ഭാമ. ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്റെ അഭിനയം. ഇതൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇനി കൂടുതൽ കുളമാക്കാൻ സ്ഥലപ്പെടാൻ നോക്ക്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും രഹസ്യങ്ങൾ സംസാരിച്ചേ പറ്റൂ. വക്കീൽ ശരിക്കും വിശ്വസിച്ചോട്ടെ. എന്റെ അഭിനയം നന്നായിരുന്നു എന്ന് സാറ് സമ്മതിച്ച സ്ഥിതിക്ക് ഒരു 250 രൂപ കൂടുതൽ തന്നുകൂടെ? അല്ല, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നു. അങ്ങനെ വാക്ക് പറഞ്ഞ ഞാനല്ല ഉത്തമനാണ്. ഉത്തമൻ പറഞ്ഞ ഉത്തമൻ തരും. ഉത്തമനെ മേടിച്ചാൽ ഞാൻ 10 പൈസ കൂടുതൽ തരില്ല. സാർ ഒരു പരമ യച്ചിയാണെന്നും അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാണെന്നും നാട്ടുകാർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്കും അത് വിശ്വാസമായി. വേണ്ട വേണ്ട, അധികം വേണ്ട, എനിക്ക് ഇഷ്ടപ്പെടില്ല. ഇവിടെ വെച്ച് സാർ എന്നെ ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. ചെയ്താ സാർ വിവരം അറിയും. അപ്പൊ ശരി സാർ. ഇതിപ്പോ എനിക്ക് കാര്യമില്ലുള്ളൂ. സാർ
കേട്ടോ ഭാമേ, സാറ് പറഞ്ഞത് വളരെ വാസ്തവമാണ്. ഈ പ്രശ്നം ഞാൻ വിചാരിച്ചാൽ മാത്രമേ പരിഹരിക്കാൻ പറ്റൂ. സാർ പേടിക്കണ്ട, ഒക്കെ ഞാൻ ഏറ്റു. സാറ് ധൈര്യമായിട്ട് വെക്കണോ? അപ്പോ ഞാൻ വരട്ടെ. ഓ ശരി സാർ. ശരി. എന്ത് ചെയ്യാനാ, ഞാനില്ലെങ്കിൽ റവന്യൂ വകുപ്പിൽ ഒന്നും നടക്കില്ല. അതെ അതെ, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി മോഹനേട്ടാ. ഇപ്പോഴും നിനക്ക് മനസ്സിലായല്ലോ. തിലോത്തമൻ ചേട്ടാ, എന്തോ തിലോത്തമനോ? തിലോത്തമനല്ല, തിലോത്തമൻ. കോടതി സ്ഥിരമായിട്ട് കള്ളസാക്ഷി പറയാൻ വരുന്ന ആളാ. ആ, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ചേട്ടൻ എന്നെ ഓർമ്മയില്ലേ? ആ, കഴിഞ്ഞ ആഴ്ച ഒരു ഓട്ടോ ഡ്രൈവറുടെ വേഷം കെട്ടി കോടതി സാക്ഷി പറഞ്ഞില്ലേ? ആ കേസ് വാദിച്ച വിദ്യാലക്ഷ്മി എന്റെ അടുത്ത കൂട്ടുകാരിയാ. അയ്യോ, നീ എന്താ ഈ പറയുന്നത് ഭാമേ? ഇദ്ദേഹം ഒരു മോഹനേട്ടന് മനസ്സിലാവാഞ്ഞിട്ടാ. പക്ഷേ തിലോത്തമൻ ചേട്ടന് എന്നെ മനസ്സിലായി. മനസ്സിലായോ? അപ്പോ ഇനി എന്താ ഏട്ടാ പരിപാടി? കള്ളസാക്ഷി പറഞ്ഞതിന് കഴിഞ്ഞ ആഴ്ച SI വിക്രമൻ സാറ് തിലോത്തമൻ ചേട്ടൻ എടുത്തിട്ട് ഇടിച്ചു എന്ന് പറയുന്നത് നേരാണോ? അല്ല, വേണമെങ്കിൽ ഞാൻ വിക്രം സാറിനെ വിളിച്ചു ചോദിക്കാം. വിളിക്കട്ടെ? അയ്യോ, പുല്ല് തുറക്കുന്നില്ല. ലോക്കെടുക്കടാ, വിട്ടോ. എവിടെയാ പോണേ? എനിക്ക് ഓഫീസിൽ പോണം. അത് എത്ര രൂപ ചെലവായി? 1100. എങ്ങനെ? 25 ചേട്ടൻ 500, വണ്ടിക്ക് 600 രൂപ. എന്തിനായിരുന്നു ഈ പരിപാടി? അവന് നീ പറഞ്ഞല്ലോ എനിക്ക് താമസക്കാരെ പരിചയമില്ലെന്ന്. അപ്പൊ പിന്നെ പരിചയം കാണിച്ചല്ലേ പറ്റൂ. ഉത്തരം പറയുന്നത് ബുദ്ധിയാ. ഉത്തരം വെച്ചിട്ടുണ്ട്. തഹസീൽദാരുമായുള്ള മോഹനകൃഷ്ണന്റെ സ്നേഹബന്ധത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷേ അതിന്റെ നിലനിൽപ്പിനെ ഭാമ ചോദ്യം ചെയ്തപ്പോൾ വില്ലേജ് ഓഫീസർ ആകെ ഒന്ന് ഉലഞ്ഞുപോയി. അതിന്റെ ബാക്കിയായി സംഭവിച്ചതൊക്കെ തലതിരിഞ്ഞു പോയതിൽ സഹതപിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.